ഹലോ, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് മസാലയായിട്ടാണ്. പൊട്ടാറ്റോ മസാല. അതിലേക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 വല്യുള്ളി എടുത്തിട്ടുണ്ട് നുറുക്കിയത്, പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സാണ്. ഇതിലേക്ക് നമ്മളൊരു 15 ചെറിയ ഉള്ളിയും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് തൊലി ഉരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 1.5 ടീസ്പൂണോ 2 ടീസ്പൂണോ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് ആവശ്യമുള്ളവർക്ക് അതിന് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് നുറുക്കി വെച്ച നമ്മുടെ വലിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും വലിയുള്ളിയും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് വാടന വരയ്ക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് നന്നായി വാടന വരയ്ക്കും ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വലിയുള്ളി ഒന്ന് വാടിക്കിട്ടും, എളുപ്പത്തിൽ വാടിക്കിട്ടും. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പേസ്റ്റ് വന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറണവരേക്കും അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറി വരുന്നു. അതിൻ്റെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്ക് 2 തക്കാളിയുടെ പേസ്റ്റ് ചെയ്തത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയും പച്ചമണം മാറണവരേക്കും നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ്സ് അതിൻ്റെ മണം ആ പച്ച ടേസ്റ്റ് മാറണവരേക്കും. ഞാനിവിടെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പീസസായി കട്ട് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്, റൗണ്ട് ഷേപ്പിൽ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഓവർ നൈസായിട്ടും കട്ട് ചെയ്യണ്ട കേട്ടോ, ഒരു ലൈറ്റ് തിക്കിൽ വേണം കട്ട് ചെയ്യാൻ. ഒരു ഇതിൽ കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഈ മസാലയുടെ കൂടെ ഒന്ന് നന്നായി പയ്യെ ഇളക്കി കൊടുത്താൽ മതി.
എന്നിട്ട് ഇത് നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒരു 20 മിനിറ്റ്സ് വന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ക്ലോസ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് നന്നായി മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു ഇതിൽ കിട്ടും. ഇത് ശരിക്കും റൈസിൻ്റെ കൂടെ ഒരു കിടിലൻ കോമ്പിനേഷനാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് ഒന്ന് പറയണം. താങ്ക് യു.